എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. സെപ്റ്റംബർ 29 ലോക ഹൃദയദിനം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ നമ്മുടെ ജീവന്റെ തുടിപ്പായ ഹൃദയത്തെക്കുറിച്ച് ഓർക്കാനും അതിൻ്റെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സുപ്രധാന ദിനം. 2025 ലോക ഹൃദയദിനത്തിന്റെ പ്രധാന ആശയം ഒരു ബീറ്റ് നഷ്ടപ്പെടുത്തരുത്, ഡോണ്ട് മിസ് എ ബീറ്റ് എന്നതാണ്. ഈ സന്ദേശത്തിന് വളരെ അർത്ഥവത്തായ ഒരു ലക്ഷ്യമുണ്ട്. ഹൃദയസംബന്ധമായ അസുഖങ്ങൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതിലൂടെ അവരോടൊപ്പം ചെലവഴിക്കേണ്ട അമൂല്യമായ നിമിഷങ്ങൾ നമുക്ക് നഷ്ടമാകരുത് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഹൃദയമിടിപ്പും വിലപ്പെട്ടതാണ്. അത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ദിനം ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്നത്? കാരണം ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ ഒന്നാമത്തെ കാരണം ഹൃദയസംബന്ധമായ രോഗങ്ങളാണ്. എന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു വസ്തുത, ഇതിൽ 80% മരണങ്ങളും ശരിയായ ജീവിതശൈലിയിലൂടെയും പ്രതിരോധ നടപടികളിലൂടെയും തടയാൻ കഴിയുന്നവയാണ് എന്നതാണ്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക, ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പ്രതിരോധത്തിന് മുൻഗണന നൽകുക എന്നിവയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം? അതിനായി നമ്മുടെ ജീവിതത്തിൽ ചില ലളിതമായ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ആരോഗ്യകരമായ ഭക്ഷണം, പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും ഉപ്പും പഞ്ചസാരയും പരമാവധി കുറയ്ക്കുക. ചിട്ടയായ വ്യായാമം, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ ഓടുകയോ ഇഷ്ടമുള്ള വ്യായാമത്തിൽ ഏർപ്പെടുകയോ ചെയ്യുക. ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. പുകവലിയും മദ്യപാനവും പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് അത്യാവശ്യമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. യോഗ, ധ്യാനം എന്നിവയിലൂടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക. ഈ ലോക ഹൃദയദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് കൂടുതൽ കാലം സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാം. ഒരു ബീറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാം. എല്ലാവർക്കും ഹൃദയാരോഗ്യമുള്ള ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.